പോലീസ് ചോദിക്കുമ്പോൾ സത്യം പറയുകയല്ലാതെ മഹേന്ദ്രനും മാർട്ടിനും ലാലപ്പനും നിവൃത്തിയുണ്ടായിരുന്നില്ല. നയോമി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലായിരുന്നു. ഇന്ന് അഭിനയിക്കാൻ വേണ്ടി ലൊക്കേഷനിൽ എത്തിയതു മുതൽ എന്നെ ഹരാസ് ചെയ്യുകയായിരുന്നു മഹേന്ദ്ര സാറും ക്യാമറമാനും കൂട്ടാളികളുമെല്ലാം. ഇവിടെ എനിക്കൊരു എക്സ്ട്രാ ആർട്ടിസ്റ്റിനുള്ള റൂമാണ് തന്നത്. AC ഇല്ല, TV ഇല്ല, നല്ലൊരു കട്ടിൽ പോലുമില്ല. ഞാൻ ഈ സിനിമയിലെ ഹീറോയിനാണെന്നാണ് ഇവർ പറയുന്നത്. സാറ് മറ്റുള്ളവർക്ക് കിട്ടിയ റൂമുകളൊന്ന് നോക്കണം, അപ്പോൾ മനസ്സിലാകും. നിങ്ങൾക്ക് പ്രൊഡ്യൂസർ അറേഞ്ച് ചെയ്തു തരുന്ന റൂമിലേ താമസിക്കാൻ പറ്റൂ. അതിന് ഞാൻ പരാതി പറഞ്ഞില്ല. പക്ഷേ റൂമിൽ കയറി അതിക്രമം കാണിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാനൊരു ആക്രമണത്തിന് വിധേയയായവളാണ്. ഞാൻ കേസെടുക്കണമെന്നാണോ നയോമി പറയുന്നത്? അതെനിക്കറിഞ്ഞുകൂടാ. സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. നാളെ സാറിനൊരു പ്രശ്നം ഉണ്ടാവരുത്. ആരെങ്കിലും നിങ്ങളെ കയ്യേറ്റം ചെയ്തോ? ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു. എന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ മുറിയിലിട്ടടച്ച് വാതിലും ചവിട്ടിപ്പൊളിച്ച് കയ്യേറ്റം ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടിയൊന്നും പറയാനില്ല സാർ. നയോമി ധാർമ്മിക രോഷം പൂണ്ടു. ഇത് നിങ്ങൾ ഒരേ ഫിലിമിൽ വർക്ക് ചെയ്യുന്നവർ തമ്മിലുള്ള പ്രശ്നമാണല്ലോ. കോംപ്രമൈസ് ചെയ്യാൻ ഉദ്ദേശമുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. എന്നോട് നീചമായിട്ടാണ് പെരുമാറിയത്. അവരോട് ഞാൻ എന്തിനു ക്ഷമിക്കണം? പോലീസ് വന്നില്ലെങ്കിൽ അവരെന്നെ എന്തൊക്കെ ചെയ്തേനെന്നറിയില്ല. അതിനു വേണ്ടിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചത്. അപ്പോൾ ഞാൻ കേസെടുക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടന്നത്? കയ്യേറ്റം, അസഭ്യം പറച്ചിൽ, വാതിൽ ചവിട്ടിപ്പൊളിക്കൽ, വധശ്രമം കൂടി ചേർത്തോ സാർ? ഇവരെന്നോട് അതും ചെയ്തേനെ. പോലീസ് FIR തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ മഹേന്ദ്രൻ ഇടപെട്ടു. സാർ, ഈ പറഞ്ഞതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഒരു സത്യം പറയാം. നയോമിക്ക് നേരെ നടന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും ഗൂഢാലോചനയോ ആക്രമണ സംഭവമോ അല്ല. ഒരു പ്രതിഷേധ പ്രകടനം മാത്രമാണ്. നയോമി സെറ്റിൽ വെച്ച് എന്നോട് വളരെ മോശമായി പെരുമാറി. അപ്പോൾ തന്നെ ഞാൻ ഷൂട്ടിംഗ് നിർത്തി പാക്കപ്പ് പറഞ്ഞു പോന്നു. ഫിലിം ഡയറക്ടർ എന്ന് വെച്ചാൽ ഈ ഒരു ഫീൽഡിൽ ഒരു ടീം ക്യാപ്റ്റന് തുല്യമാണ്. ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥയാണ്. അതിനെ ഹരാസിംഗ് എന്ന് പറയുന്നത് ശരിയല്ല. അതിനു പകരം ഈ നയോമി എന്ന ആർട്ടിസ്റ്റ് എന്നെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ തന്നെ ഞാൻ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള ബിസിനസ്സാണ് അത്. ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങിയ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം. ആര് സഹിക്കും ഈ നഷ്ടം? ഇവിടെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല മിസ്റ്റർ മഹേന്ദ്രൻ. ഈ സ്ത്രീയുടെ പരാതിയാണ് മുഖ്യം, പ്രതിയുടെ ന്യായീകരണമല്ല. അമ്മയെ ചവിട്ടിക്കൊന്നവനു ന്യായങ്ങൾ പലതും പറയാനുണ്ടായിരിക്കും. കുറ്റകൃത്യം നടന്നോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി ഞങ്ങൾ പോലീസുകാർക്ക്. കുറ്റകൃത്യം നടന്നിട്ടില്ല, മഹേന്ദ്രൻ വാദിച്ചു. നിങ്ങൾ ഈ ലേഡി ആർട്ടിസ്റ്റിൻ്റെ അനുവാദത്തോടെയാണോ ഈ മുറിയിൽ കടന്നത്? ഞങ്ങൾ വരുമ്പോൾ ഇവളുടെ അമ്മൂമ്മ റൂമിലുണ്ടായിരുന്നു. അവരോട് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾ മുറിയിലേക്ക് കടന്നത്. ഈ റൂം ആരുടെ താമസത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നതാണ്? ആർട്ടിസ്റ്റിൻ്റെ അമ്മൂമ്മയ്ക്കോ അതോ ആർട്ടിസ്റ്റിനോ? 2 പേർക്കും. ആരാണ് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? അമ്മൂമ്മയാണോ? അല്ല, നയോമിയാണ്. അപ്പോൾ നയോമിക്ക് വിട്ടുകൊടുത്ത മുറിയിൽ അമ്മൂമ്മയെയോ അപ്പൂപ്പനെയോ കൂടെ കൊണ്ടുവരുന്നത് അവരുടെ ഇഷ്ടമല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ. അല്ല, മഹേന്ദ്രൻ സമ്മതിച്ചു. അപ്പോൾ വെറുതെ തർക്കിക്കരുത് മിസ്റ്റർ മഹേന്ദ്രൻ. പോലീസ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് കേൾക്കാൻ വന്നതല്ല. വെറുതെ പൊള്ളത്തര പറഞ്ഞാൽ അടി വാങ്ങിക്കും. നിങ്ങൾ ആരായിരുന്നാലും ശരി, പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടായിരിക്കണം. അമ്മൂമ്മയുടെ അനുവാദം വാങ്ങി അകത്തു കടന്ന നിങ്ങൾ അമ്മൂമ്മയെ എങ്ങോട്ട് മാറ്റി? മാറ്റിയതല്ല, അവർ മറ്റേതോ ആർട്ടിസ്റ്റിനെ കണ്ട് സംസാരിക്കാൻ പോയിരിക്കുകയാണ്, മഹേന്ദ്രൻ പറഞ്ഞു. അതും സമ്മതിച്ചു. ഒരു സ്ത്രീ ബാത്റൂമിൽ കയറിയിരിക്കുമ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ചത് എന്തിനാണ്? SI മഹേന്ദ്രനോട് ചോദിച്ചു. മഹേന്ദ്രൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ അടിപൊട്ടുന്ന ഒച്ച കേട്ടു. SIയും മഹേന്ദ്രനെ ഞെട്ടി തലതിരിച്ചു നോക്കി. ലാലപ്പൻ്റെ ചെകിട്ടത്തായിരുന്നു അടി. നയോമിയുടെ കൈ തരിച്ചുപോയി. അവൾ 4-5 തവണ കൈ കുടഞ്ഞു. സാറേ, ഇയാളാണ് വാതിൽ ചവിട്ടി പൊളിച്ചത്, നയോമി SIയോട് പറഞ്ഞു. അയാളെ എന്തിനാ അടിച്ചത്? SI ചോദിച്ചു. അടിച്ചതല്ല സാറേ, ചൂണ്ടിക്കാണിച്ചു തന്നതാ. എൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ച് ഞെരിച്ചത് ഇവനാ. സാർ ഇവനെ അടിക്കുമായിരിക്കും, പക്ഷേ അത് ചോദ്യം ചെയ്യലിൻ്റെ ഭാഗമായിട്ടുള്ള അടിയാ. സാറിന് ഇവനോട് വിരോധമുണ്ടായിട്ടല്ലല്ലോ. പക്ഷേ ഞാൻ അടിച്ചത് വിരോധമുണ്ടായിട്ടാണ്. പെണ്ണുങ്ങളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ഇവൻ എന്തൊരു ധൈര്യം? കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ ഇവൻ്റെ കൈമുട്ട എവിടെയാണ് അമർത്തുന്നതെന്ന് സാറിനറിയാമോ? ഏത് പെണ്ണാണെങ്കിലും അടിച്ചു പോകും സാറേ, നയോമി കലിപ്പുകൊണ്ട് പറഞ്ഞു. SI കാക്കനാട് ലാലപ്പനെ കസ്റ്റഡിയിലെടുക്കാൻ തൻ്റെ സഹപ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. മാർട്ടിനെയും മഹേന്ദ്രനെയും കസ്റ്റഡിയിലെടുത്തില്ലെങ്കിലും തൻ്റെ കൂടെ പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് 2 പേരോടും നിർദ്ദേശിച്ചു. ഇത് കേസാക്കണോ നയോമി? മഹേന്ദ്രൻ പോലീസിൻ്റെ മുൻപിൽ വച്ച് തന്നെ ചോദിച്ചു. നിങ്ങളെന്നോട് കാണിച്ച അതിക്രമത്തിന് നടപടി വേണ്ടേ? അല്ലെങ്കിൽ നാളെ മറ്റൊരു നടിയുടെ നേർക്കും നിങ്ങളിത് ആവർത്തിക്കും. ടീം ക്യാപ്റ്റൻ എന്ന സാർ മുമ്പേ സ്വയം വിശേഷിപ്പിച്ചല്ലോ. സ്വന്തം ടീമിലുള്ളവരെ പ്രചോദിപ്പിച്ച് കൂടെ നിർത്തി അവരിലെ മാക്സിമം പൊട്ടൻഷ്യൽ കണ്ടെത്തി ഊറ്റിക്കൊടുക്കുന്നവനാണ് ടീം ക്യാപ്റ്റൻ. അല്ലാതെ ടീം അംഗങ്ങളെ അപമാനിച്ച് നിലത്തിട്ട് ചവിട്ടി തേക്കുന്നവനല്ല. നിങ്ങൾ പുരുഷ സംവിധായകർക്ക് ഒരു ഹുങ്കുണ്ട്. സംവിധായകൻ്റെ തൊപ്പി എടുത്ത് തലയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരോടും എന്തുമാകാമെന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളോട്.
നയോമി കോംപ്രമൈസിനില്ലെന്ന് അതോടെ മഹീന്ദ്രന് ഉറപ്പായി. എൻ്റെ മുത്തശ്ശിയെ ഇവർ ഭയപ്പെടുത്തി എവിടേക്കോ മാറ്റിയിരിക്കുകയാ. എൻ്റെ ഫോണും ഇവർ കൈവശപ്പെടുത്തി, നയോമി പറഞ്ഞു. പോലീസ് നയോമിയുടെ ഫോൺ ലാലപ്പൻ്റെ ജീൻസ് പോക്കറ്റിൽ നിന്ന് പിടിച്ചെടുത്ത് നയോമിക്ക് തിരികെ കൊടുത്തു. കൃഷ്ണമ്മ എവിടെയാണെന്ന് മഹീന്ദ്രൻ വെളിപ്പെടുത്തിയതിനനുസരിച്ച് പോലീസ് അവരെ മറ്റൊരു നടിയുടെ മുറിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. കൃഷ്ണമ്മയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവർ സത്യം തുറന്നു പറഞ്ഞു. മഹീന്ദ്രൻ സാർ എന്നോട് കവിതാ മേനോൻ്റെ മുറിയിൽ ചെന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് അങ്ങോട്ട് പോയത്. നിങ്ങളുടെ കൊച്ചുമകൾ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? അവളോട് സംസാരിക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. വഴക്കിനല്ല, ഒത്തുതീർപ്പിനാണെന്നാണ് വന്നതെന്നും പറഞ്ഞു. കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടായില്ല. ലൊക്കേഷനിൽ തുടർന്ന് താമസിക്കുന്നുണ്ടോ എന്ന് SI ചോദിച്ചപ്പോൾ ഈ സാഹചര്യത്തിൽ തുടരാനാവില്ല എന്ന് നയോമി മറുപടി പറഞ്ഞു. പോലീസ് അവർക്ക് റൂമിൽ നിന്ന് സാധനങ്ങൾ പായ്ക്ക് ചെയ്തിറങ്ങാനുള്ള സമയം കൊടുത്തു. നയോമിയും കൃഷ്ണമ്മയും ലഗേജുമായി ഇറങ്ങി. അഷ്ടമൂർത്തി ഹോട്ടലിന് മുന്നിൽ കാറുമായി കാത്തു കിടപ്പുണ്ടായിരുന്നു.